ഹായ് ഫ്രണ്ട്സ്, അൽവിൻസ് ടെക് ആൻഡ് വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിൽ മനസ്സിലാവുന്നതായിരിക്കും. അതിൻ്റെ കാരണങ്ങളും നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെല്ലാം നമുക്ക് തുടങ്ങാം. ഗൈസ്, ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. ഞാനാണെങ്കിൽ ജസ്റ്റ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഫിലിമിൻ്റെ അതിൻ്റെ അകത്ത് അവർ ഷൂട്ട് ചെയ്തേക്കുന്ന ആ മനയില്ലേ, അതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമെല്ലാം എടുത്തേക്കുന്നത്. ഇപ്പം അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒരു സ്കെച്ചിങ് വരച്ചിട്ടുണ്ട്. ഈ വീടിന് 3 നിലയാണ് വരുന്നത്. 3 നില. ഇതാണ് നമ്മുടെ സ്കെച്ചിങ്. കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും ജസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫോട്ടോയ്ക്കകത്ത് കണ്ട ആ താഴത്തെ നില എന്ന് പറയുന്ന ഈ കാർഡ്ബോർഡാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു എൻട്രൻസ് പോലെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ നിലയും ഇപ്പം തന്നെ നമ്മൾ റെഡിയാക്കിയാണ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇത് രണ്ടാമത്തെ എല്ലാം കൂടെ എല്ലാം നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വലുതായിട്ടൊരു ഓട് ഷീറ്റ് വേണം. അതും കൂടെ നമുക്കിനി സെറ്റപ്പ് ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഓട് മുറിച്ച് വെച്ച പീസ് കൂടെ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മൾ ഓട് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇത് താഴത്തെ ആ വലിയ നില, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ നിലയുടെ ഷീറ്റാണിത്. ഇത് രണ്ടുമാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ നിലയിലെ ഓട് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ നിലയിലേക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങിന് ആ ഓട് വെച്ച ഒരു ഫീലിന് വേണ്ടി നമുക്ക് കാർഡ്ബോർഡ് വെച്ച് ഒരു ആർട്ടിഫിഷ്യൽ ഓട് ഉണ്ടാക്കിയെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഓട് ഉണ്ടാക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കാർഡ്ബോർഡിൻ്റെ ഈ പൊക്കത്തുള്ള തിന്നായിട്ടുള്ള ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ നമ്മൾ മാറ്റിക്കളഞ്ഞാൽ ഒരു ഡിസൈനിൽ നമുക്ക് ആ കാർഡ്ബോർഡ് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ മുറിച്ച് ഒട്ടിച്ചാൽ മതി, കറക്റ്റ് ഓടിൻ്റെ ഫീൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നമ്മൾ ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ പിടിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്ത് വീഡിയോ പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ടുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് കിട്ടിയേക്കുന്ന ഓടെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്ര നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും പോരാ, ഇതിൽ കൂടുതലും വേണം, പക്ഷെ നമ്മൾ ജസ്റ്റ് ഇപ്പോഴത്തേക്കിന് ഇത്ര നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതായത് നമ്മൾ രണ്ടാമത്തെ നില മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നില. ഇതുണ്ടോ, ഞാൻ ആദ്യം കാണിച്ച രണ്ടാമത്തെ നില നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ നില. അപ്പോൾ നമുക്ക് ഇതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ ഒട്ടിച്ചു. പിന്നെ അപ്പുറത്തെ സൈഡിലും കൂടി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇതങ്ങനെ അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ സൈഡും ഓടിട്ട് മേഞ്ഞ് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മൂന്നാമത്തെ നില നമുക്ക് അതേ മെത്തേഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ നിലയിലെ ഓടും കൂടെ മേഞ്ഞ് സെറ്റപ്പാക്കാം. ഇത് നമ്മൾ പിന്നെ അതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ആ പോസ്റ്റർ കണ്ടാൽ അറിയാം, 3 നിലയുടെ ഇടയ്ക്കായിട്ട് ഇത് നമ്മൾ കണ്ടോ ജസ്റ്റ് ഒരു കൂട്ടിയെടുത്തേക്കുന്നത്, അത് ശരിക്കുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ 3 നിലയും വെച്ചിട്ടുണ്ട്. ആ എൻട്രൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്, വിൻഡോസ് സെറ്റ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫൈനൽ പ്രോഡക്റ്റ് കാണുമല്ലേ?